സാറേ നമസ്കാരം. എനിക്കൊരു ചോദ്യമുണ്ട്. എൻ്റെ ഒരു ഡൗട്ടാണ്. അതായത് നമ്മളൊരു ശക്തമായ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ ഉണ്ടാകണമെങ്കിൽ ഏർലി ബേർഡ് ഓഫറിലൂടെ നമ്മുടെ സിസ്റ്റം പറയുന്ന ഏർലി ബേർഡ് ഓഫറിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ബിസിനസ്സിന് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഗ്രോത്ത് ചെയ്യേണ്ടത്? ഒന്ന് വിശദീകരിക്കാമോ? ഹായ് സാറേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. ഒരു നല്ല ടീം ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ടീമിനെയെങ്കിലും വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു 15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് കൃത്യമായി പണത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകളായിരിക്കും ഒന്ന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പണത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അവസരമാണ് ഈ ഏർലി ബേർഡ് റിവാർഡ് ഓഫർ എന്ന് മനസ്സിലാക്കിയ ആളുകളായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, മിക്കവാറും ആളുകളിൽ EMI എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ശരാശരിയിൽ 1 ലക്ഷത്തിനും 50,000 രൂപക്കിടയിലാണ് പലപ്പോഴും ഒരു ഫാമിലി ബഡ്ജറ്റിൽ EMIയുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. ഒരു 50%. ഈ ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹത്തിന് ഈ EMI എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോവുകയും ബാക്കി വരുന്ന ഏകദേശം 75,000 രൂപയിലധികം എല്ലാ മാസവും റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 10 ടീമും ഇങ്ങനെ റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റഫറൽ വരുമാനം വർദ്ധിക്കുകയും ഈ ഏർലി ബേർഡ് റിവാർഡ് ഓഫർ ചെയ്ത ആളുകളെ സംബന്ധിച്ച് അവരുടെ ക്യാപിറ്റലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പണത്തിന് വളരെ സ്വതന്ത്രമായും പണത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ സാർ. സാറേ, എനിക്ക് വേറൊരു ചോദ്യമുണ്ട്. എന്താണ് ഈ BNB? അത് നമ്മുടെ ബിസിനസ്സിൽ അതെന്താണ് നമ്മളെ PNB ആയിട്ടുള്ള നമ്മുടെ പേയ്മെന്റിന്റെ ബന്ധം? അതൊന്ന് വിശദീകരിക്കാമോ? നമ്മളിത് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾക്ക് വരുന്നത്? അതന്ന് ആ മീറ്റിംഗിൽ സാറൊന്ന് സംസാരിച്ചായിരുന്നു. അതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ സാർ. BNB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിൽ തന്നെ ഒരു നമ്പർ 1 ക്രിപ്റ്റോ കറൻസിയാണ് നമ്മുടെ BNB എന്ന് പറയുന്നത്. നമ്മുടെ PVC മെറ്റാ പ്രോഗ്രാമിൽ നമ്മൾ ഗ്യാസ് ഫീ ആയി ഉപയോഗിക്കുന്നത് BNB ആണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസ്സിൽ BNB പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് നമ്മുടെ ബിസിനസ്സിലുള്ളൊരു സ്വാധീനം എന്ന് പറയുന്നത്. ഉദാഹരണമായി PVC മെറ്റാ പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സീഡ് ഫണ്ടിങ്, ടോക്കൺ ഫാമിങ്, സെൽഫ് ഫാമിങ്, പിന്ന് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ DP പ്രോഗ്രാമിലെ ഫാമിങ്, അങ്ങനെ ഒരു 6 തരത്തിൽ നമ്മൾ BNB ഗ്യാസ് ഫീസായി നൽകാറുണ്ട്. ഇവിടെ ശരാശരി ഏകദേശം ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണമെങ്കിൽ 650 രൂപ 700 രൂപയുടെ ഗ്യാസ് ഫീസ് നമ്മളെല്ലാവരും നൽകേണ്ടതുണ്ട്. നമ്മൾക്കിപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു 100 USDT നമ്മുടെ വിഡ്രോ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ 120 രൂപയുടെ ഗ്യാസ് ഫീസ് നൽകുന്നത്. അത് സാധാരണഗതിയിൽ നമുക്കത്ര വലിയ രീതിയിൽ ഫീൽ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ അറിയാം, നമുക്ക് 85 ലക്ഷം ആളുകളുണ്ട്. ഏകദേശം 2.5 ലക്ഷം ആളുകൾ ഇന്ന് വളരെ ആക്റ്റീവായി PVC മെറ്റാ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാനിവിടെ പറയുന്നൊരു കണക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിലാണ്. ഒരു 200 പേര് ഒരു ദിവസം ഞാൻ ഈ പറയുന്ന എല്ലാ പ്രോസസ്സും ചെയ്യുന്നു എങ്കിൽ നമുക്ക് 200 പേര് 700 രൂപ വെച്ച് നമുക്ക് ഏകദേശം 1,40,000 രൂപ BNB ഗ്യാസ് ഫീ ആയി സിസ്റ്റത്തിലേക്ക് നൽകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 30 ദിവസം ഈ ഒരു രീതിയിൽ ഗ്യാസ് ഫീ കൊടുക്കുകയാണ് നമുക്ക് ഏകദേശം 42 ലക്ഷം രൂപയോളം നമ്മുടെ കസ്റ്റമർ BNBയുടെ ഗ്യാസ് ഫീസായി നൽകുന്നു. ഇത് നമുക്കൊരു വർഷത്തേക്ക് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5,04,00,000 രൂപയുടെ BNB ഗ്യാസ് ഫീസായി നമ്മളെല്ലാ കസ്റ്റമേഴ്സും സിസ്റ്റത്തിലേക്ക് നൽകുകയാണ്. ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശരാശരി ഒരു ദിവസം 200 പേരുടെ കണക്കാണ് പറഞ്ഞത്. നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്കറിയാം, ലോകത്ത് 150 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ രീതിയിലാണ് നമ്മൾ ഗ്യാസ് ഫീസായി BNBക്ക് വേണ്ടി സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ BNB ആരുടേതാണ്? ബ്ലോക്ക് ചെയിൻ ആരുടേതാണ്? നമുക്കറിയാം, നമ്മുടെ ബിനാൻസിൻ്റെ ബ്ലോക്ക് ചെയിനിലാണ്
ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. BNBയും ഈ ഒരു വേൾഡ് വൈഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സിസ്റ്റം നമുക്ക് വളരെ ചെറിയ തുക നൽകിക്കൊണ്ട് നമ്മൾ അതിനെ വലിയ രീതിയിൽ വളർത്താനുള്ള കുറച്ച് മാർഗങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഞാനിത് പറയാനൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രോഗ്രാമുമായി ജനങ്ങളുടെ അടുത്ത് എത്തുന്ന സമയത്ത് അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എങ്ങനെയാണ് ഇത്രയും വലിയ ഫണ്ട് നമുക്ക് തിരിച്ചു തരാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആലോചിക്കുക, നമ്മൾ ഗ്യാസ് ഫീസായി കൊടുക്കുന്ന ഫണ്ട് തന്നെ ഒരു ഹ്യൂജ് വരുമാനം സിസ്റ്റത്തിൻ്റെ കയ്യിലേക്ക് പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഇവിടെ ഡോളർ ബേസിലാണ് PVC മെറ്റ പ്രോഗ്രാം നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം 0.20 ആണ് നമുക്ക് സിസ്റ്റം തിരിച്ച് നൽകുന്നത്. 1000 ദിവസം നമുക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയായി നമുക്ക് തിരിച്ച് ലഭിക്കും. പക്ഷേ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഓരോ മാസവും നമുക്ക് ലഭിക്കുന്ന പണം, ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന പണം 0.20 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ റിവാർഡുമാണ്. അപ്പോൾ 1% എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, 1% എന്ന് പറയുന്നത് അതിൻ്റെ റിവാർഡാണ്. യഥാർത്ഥത്തിൽ സിസ്റ്റം നമുക്ക് 0.10 മാത്രമാണ് തിരിച്ചു തരുന്നത്. 150 രാജ്യങ്ങളിൽ ഈ ഒരു 6 പ്രൊജക്റ്റ് നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് 0.10 എങ്കിൽ പോലും തിരിച്ചു തരാൻ കഴിയില്ല എങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്ന ഈ ഒരു PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ എന്ന് പറയുന്നത് നാളെ ഭാവിയുടെ പണം എന്ന് സിസ്റ്റം പറഞ്ഞെങ്കിൽ അത് 100% നടപ്പിലാക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക. സിസ്റ്റം നമ്മുടെ കയ്യിൽ നിന്ന് കൃത്യമായ രീതിയിൽ പണം വാങ്ങുകയും വളരെ നല്ല രീതിയിൽ നമുക്ക് തിരിച്ചു തരാൻ കഴിയുന്ന ഒരു സിസ്റ്റവും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.